ഷെയർ ചെയ്യ് ഷെയർ. ആ ഷെയറടോ ഷെയർ. ആ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യും. ആ നല്ലൊരു ഉറക്കായിരുന്നു. യൂട്യൂബ് എന്തായി കാണാവോ? 500 കിടന്നുണ്ടാവോ? നോക്കാം. അവനോടെ പോയി. ഇതിപ്പോൾ ആർത്താ പറയാ? അമ്മേനത്ത് പറയാ. അതെങ്കിലും പറഞ്ഞേ പറ്റൂ. അമ്മ നോക്കുമ്പോ 500 സബ്സ്ക്രൈബറാണ്. 500. ആ യൂട്യൂബിൽ അമ്മേ 500 സബ്സ്ക്രൈബർ. ഇങ്ങോട്ട് നോക്കപ്പേ. നോക്ക്. നോക്കാനും നേരമില്ല. ഞാനൊരു പണിയില്ല. നേരം വെളുക്കുമ്പോ തുടങ്ങി യൂട്യൂബ് യൂട്യൂബ് യൂട്യൂബ്. അല്ല കഷ്ടപ്പെട്ട് എപ്പം നോക്കിയാൽ ഇതന്നെ പണി. ധൃതി പിടിച്ച് ഈ പണി ചെയ്തോളൂ. ഒരു മാസം കൊണ്ടാട്ടോ 500 ആയത്. ഒറ്റൊരു മാസം കൊണ്ട്. യൂട്യൂബൊക്കെ നിൽക്കണം. നീ അത് കഴിക്കാൻ നോക്കാൻ. ചായ കുടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പല്ലിച്ചിട്ടില്ല. ആ തേക്കാന്നേ. കഴിഞ്ഞോ? ഇല്ല, ഒരാഴ്ച കൊണ്ട് കൊണ്ടുള്ള വകുപ്പുണ്ട്. എന്താടാ വേണൊരു മടി? ഇങ്ങോട്ട് വാടാ. പൂപ്പനെ വരെ ഞാൻ രാവിലെ നീകാനല്ല വില പോയത്. മനുഷ്യനാറ്റിക്കാൻ വേണ്ടി മതി, ബാക്കി നാടെടുക്കാം. അവനില്ല 500 സബ്സ്ക്രൈബ് യൂട്യൂബിൽ. 500 യൂട്യൂബൊക്കെയാണ്. ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇന്ന് സംസാരിക്കാം കുറച്ചായിട്ട്. അതെ, അത് വിളിച്ചതെന്ന് വെച്ചാലേ വേറൊരു കാര്യം പറയണ്ടായിരുന്നു. പിന്നെന്താന്ന് വെച്ചാൽ 5 സബ്സ്ക്രൈബ് ആയോ? ഒന്നുകൂടി കുറച്ചുകൂടി നോക്കാം നമുക്ക്. തൽക്കാലം എടുക്ക്. ഞാൻ ഫോണൊന്ന് കഴിഞ്ഞോട്ടെ. കഴിയുന്നില്ലല്ലോ. യൂട്യൂബ് ഭ്രാന്തരാണല്ലോ. ഇവനെന്തിനാണോ പോയി ഇപ്പോൾ വിളിക്കുന്നത്? ഇത് ഞാനാടാ. അളിയ സുഖല്ലേ? പിന്നെ നീ അറിഞ്ഞില്ലടാ? എന്താടാ? 500 സബ്സ്ക്രൈബറായി. അത് ശരി. യൂട്യൂബിലാണ് നമ്മൾ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ ഒക്കെ ചെയ്തത്.
ആ ആ ആ അതെ എടാ, കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചാൽ മതിയാ? തിരക്കിലാണല്ലേ? സാരില്ല, പിന്നെ വിളിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. ആ ആ ആ ഓക്കെ ഓക്കെ, ശരി ഉവ്വ ശരി ആയിക്കോട്ടെ. നാട്ടിലെ യൂട്യൂബുകാരെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം മാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓണത്തിനിടയിൽ അവൻ്റെ ഒരു പുട്ട് വെച്ചോടോ. ഹലോ ബ്രോ, എന്തൊക്കെയാ വിശേഷം? പിന്നെ എങ്ങനെ പോകുന്നു യൂട്യൂബ് വർക്കൊക്കെ? യൂട്യൂബ് തേങ്ങാക്കൊല, വേറെ ഒന്നും പറയണ്ട. ഇതിനെന്ത് പറ്റി? എന്താ വിട്ടിരിക്കണത്? ഒന്നുമില്ല. ഹലോ ഹലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര കാലമായി വിളിച്ചിട്ട്? പിന്നെ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഒരു പാട്ട് മസ്റ്റാണ്. നിന്റെ സൗണ്ട് എനിക്കറിയാം, നീ തകർക്കും. പാടില്ലേ? അതിനെന്താ, പാടാലോ. അപ്പോൾ നിനക്ക് അറിയാവുന്ന നല്ലൊരു പാട്ട് പാടിത്തരുമോ? അനിൽ പനച്ചൂരൻ സാറിന്റെ ഒരു കവിത ഞാൻ പാടിത്തരാം, കേട്ടോളൂ. ഒരു കവിത കൂടി ഞാൻ എഴുതി വെക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോഴോ മനിക്കാൻ, ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാം, ചാരുഹൃദയാഭിലാഷമായി കരുതി വെക്കാൻ. ഒരു കവിത കൂടി ഞാൻ എഴുതി വെക്കാൻ, എൻ്റെ കനവിൽ നീ എത്തുമ്പോഴോ മനിക്കാൻ, കനലായി നീ നിന്നെരിഞ്ഞൊരാ നാളിലൻ അരകൾ നാലറകൾ നിനക്കായി തുറന്നു, നറുപാൽ കുടം ചുമന്നെത്രയോ മേഘങ്ങൾ, മനമാറുവോളം നിറമാരി പെയ്തു, കറുകത്തടത്തിലെ മഞ്ഞിൻ കണം തൊട്ട് കണ്ണെഴുതുമാ വയൽ കിളികൾ, ഓളം വകഞ്ഞെത്തും ഓടിവെള്ളത്തിനെ കാറ്റും അവച്ചൊന്നു പാടി, ഒരു വിളിപ്പ
ഒരുപാടകലെ നിൽക്കും ത്രിസന്ധ്യകൾ അവിടെ കുട നിവർത്തുമ്പോൾ ഒടുവിലൻ രാഗത്തിൽ നീ അലിഞ്ഞു. ഞാനൊരു ഗാനമായി പൂപ്പൊലിച്ചു. ഒരു കവിത കൂടി ഞാൻ എഴുതി വെക്കാം. എൻ്റെ കനവിൽ നീ എത്തുമ്പോൾ ഓമനിക്കാം. ഓക്കെ, യൂട്യൂബിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഹലോ ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഫ്ലോപ്പായി, ഇതുവരെ ചെയ്തൊക്കെ ഫ്ലോപ്പായി. അതൊക്കെ കിടക്കട്ടെ. നിങ്ങളൊന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത് ഒക്കെ നിർത്തിയെന്നാണല്ലോ. പിന്നീട് റൈറ്റ് ഇട്ട് ഇപ്പോൾ ലക്ഷങ്ങളല്ലേ വരുമാനം, ഞാൻ അറിഞ്ഞു. എന്താ അതിൻ്റെ രഹസ്യം? സത്യത്തിൽ ഞാൻ നിർത്താൻ തന്നെ പോയതാണ്. ഞാൻ ആകെ ഡൗണായ നിമിഷമുണ്ടായിരുന്നു. എല്ലാവരുടെ നിന്നും പുച്ഛം, തിരസ്കാരം. പിന്നെന്താ വെച്ചാൽ ഞാൻ നിരാശ നിൽക്കുന്ന സമയത്ത് എൻ്റെ ബിഗ് ബ്രദർ എന്നെ കണ്ടു. മൂപ്പൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. അതെന്തെന്ന് വെച്ചാൽ, ഒന്നുമില്ല എന്ന് പറയണ്ട, ഒരു വ്യക്തി മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യണ യൂട്യൂബ് വർക്കൊന്നും ആർക്കൊരു ഇഷ്ടമില്ലാത്ത പോലെ, ഒരു സപ്പോർട്ടില്ല. ഞാൻ എന്തിനാ ചെയ്യണം, എനിക്ക് തന്നെ ഒരു ഇതായിപ്പോയി. ഞാൻ നിർത്തിയാലോ വരെ ആലോചിച്ചുകൊണ്ട്. ഓ അത് ശരി, നീ തൽക്കാലം നിർത്താൻ വരട്ടെ, എല്ലാത്തിനും വഴിയുണ്ടല്ലോ. ഞാനൊരു പരിഹാരം പറഞ്ഞുതരാം. 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. അതിലേത് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഉത്കണ്ഠ. ഒരു വ്യക്തിക്ക് പൊതുവേ ഒരു അവനവന്റെ വ്യക്തിത്വത്തിനനുസരിച്ച് ആ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ഇങ്ങനെ അവനവന്റെ ഉത്കണ്ഠ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഉത്കണ്ഠ സ്വാഭാവികമാണ്. 2ാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു വ്യക്തിക്ക് വേണ്ട നിരന്തരമായ പ്രയത്നമാണ്. പിന്നെ അവനവന്റെ ആത്മവിശ്വാസം. 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് രംഗത്താണോ പ്രവർത്തിക്കുന്നത്, അതായത് ഒരു വ്യക്തിയുടെ കർമ്മരംഗം ഏതാകുന്നു, ആ കർമ്മരംഗത്ത് എപ്പോൾ നമ്മൾ വ്യത്യസ്തത പുലർത്താൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് കലാരംഗത്ത് നമുക്കറിയാം, അമിതാഭ് ബച്ചൻ്റെ പേര് എല്ലാവരും പറയുന്നുണ്ട്. അമിതാഭ് ബച്ചൻ കൂടാണ്ട് ഒരുപാട് കലാകാരന്മാരുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം കൊണ്ടുവന്ന കുറേ വ്യത്യസ്തം നമുക്ക് എല്ലാവർക്കും ഉദാഹരണ സഹിതമാണ്. ഇനി കായിക രംഗത്താണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് മുമ്പും ശേഷവും ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് ഒരു ഐക്കോണായിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇനി ചിന്തിക്കാൻ പോയാൽ അതിലും ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പല പല മേഖലകൾ നിരന്തര പ്രയത്നത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം നമുക്കറിയാം, 1000 തവണ പ്രയത്നിച്ചിട്ട് അതിൽ പരാജയം കണ്ടിട്ടും പിന്നെ വിജയം കണ്ടെത്തിയ ആളാണ് നമുക്ക് ബൾബ് കണ്ടുപിടിച്ച എഡിസൺ. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ ഉത്കണ്ഠ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു കുട്ടി വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ ആ കുട്ടി ഉണ്ടാവുന്ന അപ്പം തന്നെ ആള് കരയുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഉത്കണ്ഠ. കരഞ്ഞു കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ഒരു 6 മാസം ആകുമ്പോൾ കന്ന് വീഴുന്നില്ല എന്നുള്ള ഉത്കണ്ഠ. ഈ കന്ന് വീണ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ആൾ നടക്കുന്നില്ല എന്ന് ഉത്കണ്ഠ. പിന്നെന്താ, പല്ല് വരുന്നില്ല എന്ന് ഉത്കണ്ഠ. പിന്നെ അങ്ങനെ അങ്ങ് നടന്ന് പോയി കാലഘട്ടത്തിൽ ഇപ്പോൾ സ്കൂളിൽ എവിടെ ചേർത്തണം എന്നുള്ള ഉത്കണ്ഠയായി. ആൾ നല്ലവണ്ണം സംസാരിക്കുന്നുണ്ടോ, ഭക്ഷണം നല്ലവണ്ണം കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഉത്കണ്ഠയായി. പിന്നെ നിറം എന്താ ഇങ്ങനെ ചിന്തിക്കുന്ന ഉത്കണ്ഠയായി. കുട്ടി വലുതായിട്ട് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ കോളേജിലൊക്കെ എത്തുമ്പോഴത്തേക്കും എവിടെ പഠിപ്പിക്കണം എന്താണെന്ന് ഉത്കണ്ഠയായി. പഠിത്തം കഴിഞ്ഞ ശേഷം എന്തായി, എന്ത് ചെയ്യണം, ജോലിക്ക് പോകണോ, എന്താക്കണം ഉത്കണ്ഠയായി. ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാലോ, കല്യാണം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യമായി, അതിൻ്റെ ഉത്കണ്ഠയായി. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വീണ്ടും വരുന്നെന്താ, കുട്ടികളൊന്നും ആയില്ലേ എന്താണ് എന്നുള്ള ചോദ്യം വീണ്ടും വരും. അപ്പോൾ വീണ്ടും ഉത്കണ്ഠയായി. കുട്ടികളായി കഴിഞ്ഞാലോ ഈ സർക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉത്കണ്ഠ എന്നുള്ള സംഗതി ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്നത്.
അതൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളതിന് ചെവി കൊടുക്കാൻ പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉത്കണ്ഠയിൽ പെട്ട് ഇങ്ങനെ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഒരു വഴിക്ക് നടക്കും. അപ്പോൾ നമ്മൾ അതിന് ചെവി കൊടുക്കണ്ട എന്നാണ് ആദ്യത്തെ എൻ്റെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മളിലുള്ള ആത്മവിശ്വാസം. നമ്മളൊരു കർമ്മരംഗം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ കർമ്മരംഗത്ത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കർമ്മരംഗത്ത് എപ്പോഴാണോ അതിനൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു, അന്ന് നമ്മൾ അതിൽ വിജയിച്ചിരിക്കും. ആ വിജയത്തിലേക്ക് എത്താൻ എന്ത് വേണം? നിരന്തരമായ പരിശ്രമം വേണം. നിരന്തരമായ പരിശ്രമത്തിൻ്റെ കൂടെ എനിക്കത് പറ്റും, എനിക്കേ പറ്റുള്ളൂ എന്ന് പറയരുത്, അത് അഹങ്കാരമായിരിക്കും. എനിക്കത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്, അവനവനിൽ ആത്മവിശ്വാസം കൂടി ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെല്ലാം കൂടി കലർന്ന് ചേരുമ്പോഴത്തേക്കും നമ്മൾക്ക് വിജയത്തിലേക്ക് സ്വയം നമ്മൾ നടന്ന് ചെല്ലായിരിക്കും ചെയ്യുക. അപ്പോൾ നിരുത്സാഹപ്പെടുത്തേണ്ടത് നമ്മൾ നോക്കണം. നമ്മളുടെ എന്താണോ നമ്മളുടെ മോട്ടിവേഷൻ, നമ്മളുടെ ഫോക്കസ് എന്താണോ ആ ഫോക്കസിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടെത്തിക്കുക. എന്നിട്ട് പ്രയത്നിച്ചോ, വിജയം സുനിശ്ചിതമായിരിക്കും. വിജയം സുനിശ്ചിതമാവില്ലേ? തീർച്ചയായും. ശരി, കൈയടിക്കും. അങ്ങനെ എൻ്റെ മേഖല ഞാൻ തിരിച്ചറിഞ്ഞു, ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. നിങ്ങളുടെ മേഖല തിരിച്ചറിയണം, അപ്പോൾ എൻ്റെ വിജയം കണ്ടെത്താൻ പറ്റില്ല. അമ്മാക്കോട് കൈ. Subscribe my channel. Don't forget to press the bell button, like and share. Thank you for watching.